അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റീതിങ്കിങ് അറ്റ് ദ ഡിജിറ്റൽ ഇറ, അതായത് ഡിജിറ്റൽ കാലത്തെ വീണ്ടു വിചാരങ്ങൾ. നാം ഏവരും ജീവിക്കുന്നത് ആധുനിക യുഗത്തിലാണ്, അതായത് ഡിജിറ്റൽ കാലഘട്ടത്തിൽ. നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അതായത് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത്, എന്തിനധികം പറയണം, മനുഷ്യാധിപത്യത്തിനപ്പുറത്തേക്ക് ഡിജിറ്റൽ ഡിവൈസുകളുടെ ആധിക്യം വളർന്നു വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വികസന രാജ്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ചൈനയെയും അമേരിക്കയും ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അവരുടെയൊക്കെ ഡിജിറ്റൽ ഡിവൈസുകളുടെ ആധിക്യം എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫിൽ മുഴുവനായിട്ടും പല കാര്യങ്ങളും ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഡ്രൈവർലെസ് കാറുകളും അല്ലെങ്കിൽ ഏതൊരു ചെറു മേഖലകളിൽ പോലും കൂടുതലായും മനുഷ്യന് അപ്പുറത്തേക്ക് ഡിജിറ്റൽ വൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞു. മാത്രവുമല്ല, ആകാശത്തിനു താഴെയുള്ള ഏതൊരു കാര്യത്തെക്കുറിച്ചുള്ള വിവരങ്ങളും അതിൻ്റെ വീഡിയോസും ഫോട്ടോസും എല്ലാം നമ്മുടെ കൈകളിൽ, നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിലെ മൊബൈൽ ഫോണിൽ എത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് അതിന് സമയമെന്നോ അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചെന്നോ എന്നൊന്നുമില്ല. ഏതൊരു കാര്യം വേണമെങ്കിലും ഏതൊരു സ്ഥലത്താണെങ്കിൽ പോലും കിട്ടാൻ പറ്റത്തക്ക രീതിയിലുള്ള ഒരു ന്യൂജൻ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഡിജിറ്റൽ കാലത്തെ വീണ്ടുവിചാരങ്ങൾ എന്നുള്ള ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് പ്രധാനമായും വരുന്നത് ഒരു ചോദ്യമാണ്. അതായത് ഹൗ ദ ന്യൂജൻ പീപ്പിൾസ് ലൈഫ് ഗോയിങ് ഇൻ ദിസ് ഡിജിറ്റൽ വേൾഡ്. അതായത് നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ പുതുതലമുറയുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ, നമുക്കറിയാം ജെൻസിയും അത് കഴിഞ്ഞ് ആൽഫയും ബീറ്റയും ഒക്കെ എത്തി. ഈ ജനറേഷനുകളുടെ ജീവിത രീതികൾ അല്ലെങ്കിൽ ജീവിതക്രമങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ഡിവൈസിൻ്റെ ലോകത്ത് ഇവരുടെ ജീവിതത്തിലെ ഇവർ എങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങളെ യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിലേക്ക് വരും. ആ ഒരു ചോദ്യത്തെ ഏകേറി പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ പ്രധാനമായും കൂടുതലായും കേട്ടുവരുന്ന ഒരു കാര്യമാണ് അഡിക്ഷൻ എന്നുള്ളത്. അപ്പോൾ എന്താണ് അഡിക്ഷൻ? വാട്ട് ഈസ് അഡിക്ഷൻ? Addiction is a neuropsychological disorder characterized by a persistent and intense urge to use a drug or engage in a behavior that produces natural reward despite substantial harm and other negative consequences. അതായത് ഗണ്യമായ ഒരുപാട് ദൂഷ്യഫലങ്ങളുണ്ടെങ്കിൽ പോലും തൻ്റെ കേവലം ഒരു നാച്ചുറലായിട്ടുള്ള സന്തോഷത്തിന് അല്ലെങ്കിൽ ഒരു റിവാർഡിന് വേണ്ടി എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസോ അല്ലെങ്കിൽ ലഹരിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്തോഷം ലഭിക്കുന്ന പ്രവൃത്തിയിലേക്ക് നീങ്ങുകയും തുടർച്ചയായി ആ പ്രവൃത്തി ചെയ്യാനുള്ള ഒരു പ്രലോഭനം നമ്മളിൽ നിന്നുണ്ടാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു അഡിക്ഷൻ്റെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് നമ്മളിലേക്ക് തന്നെ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ കഴിയും നമ്മൾ എന്തിനോടൊക്കെയാണ് അഡിക്റ്റഡ് ആയിട്ടുള്ളത് എന്ന്. ഈ അഡിക്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് എത്രത്തോളം പിന്തിരിയാൻ ശ്രമിക്കുന്നുവോ അതിലേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ അതിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രത്യേകത ഈ അഡിക്ഷനുകൾക്കുണ്ട്. ആ ഒരു കാര്യം ചെയ്യുന്നതിലേക്ക് നമ്മളെ കൂടുതലായിട്ട് പ്രലോഭിപ്പിക്കും. നമ്മൾ അതിൽ നിന്ന് ചില ആളുകളൊക്കെ ക്വിക്ക് ഡിസിഷൻസ് എടുക്കുന്നത് കാണാൻ കഴിയും. ഞാനിനി മുതൽ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുകയില്ല, അല്ലെങ്കിൽ റീൽ കാണുകയില്ല, എൻ്റെ സമയം ഞാൻ ഇതിനു വേണ്ടി മാത്രമേ യൂസ് ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ പുകവലിക്കുകയില്ല, ഇന്നു മുതൽ ഞാൻ മദ്യം നിർത്തി എന്നീ തുടങ്ങി ചില പെട്ടെന്നുള്ള ക്വിക്ക് ഡിസിഷൻസുകൾ എടുക്കും. അത് വെറും കേവലം ആ ഒരു മൊമെൻറ്റിലേക്കുള്ള മാത്രം തീരുമാനമായിരിക്കും. ബഹുഭൂരിപക്ഷം ആളുകൾക്കും ആ ഒരു തീരുമാനത്തിൽ തുടരാൻ കഴിയുകയില്ല. അതാണ് ഈ ഒരു അഡിക്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. വീണ്ടും വീണ്ടും അതിലേക്ക് തന്നെ അവരെ ഈ ഒരു അഡിക്ഷൻ നയിക്കുന്നതാണ്. അടുത്തതായിട്ട് നമ്മളിലൊക്കെ അഡിക്ഷൻ ഉണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സയൻസ് ഓഫ് അഡിക്ഷൻസ്. ഒന്നാമതായി മൂഡ് ആൻഡ് സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ് ആണ്. നമ്മുടെ വിദ്യാർത്ഥികളിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ യുവതലമുറയിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് രാത്രി ഉറക്കില്ലായ്മ. രാത്രി തീരെ അവർ ഉറങ്ങുന്നില്ല, പക്ഷേ പകൽ മുഴുവൻ ഉറങ്ങുകയും ചെയ്യുന്നു. ഈ ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടാകുന്നത് അവർ ഏതെങ്കിലും ഒരു ചിലപ്പോൾ ഡിവൈസുകളോടുള്ള
ഒരു ആധിക്യം, ഡിവൈസുകൾ ഉപയോഗിക്കുന്നതിലുള്ള ഒരു ആധിക്യം കാരണമായിരിക്കും. ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ അല്ലെങ്കിൽ നമ്മുടെ യുവതലമുറയിൽ കാണുന്ന ഒരു കാര്യമാണ്, അവർ ഈ റീലൊക്കെ മറിക്കുകയാണെങ്കിൽ അവർക്ക് പിന്നെ ഒന്നിനെക്കുറിച്ച് ഒരു ഓർമ്മയുണ്ടല്ലോ, സമയത്തെക്കുറിച്ചൊന്നും യാതൊരു ബോധവും ഉണ്ടാകില്ല. ഈ രാത്രി 2 മണിയോ 3 മണിയോ എന്നുള്ളതൊന്നും ഒരു പ്രശ്നമേ അല്ല. അതൊക്കെ ഒരു മോർണിംഗ് റുട്ടീൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് ഈ രാത്രി എന്ന സമയം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ 2023-24 കാലഘട്ടം നമ്മൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത് എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോയേ, ഈ ഒരു വർഷം കഴിഞ്ഞു പോയാൽ നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ. കോവിഡാനന്തര കാലഘട്ടത്തിലുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാന ഭാഗമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അതായത് മുഴുവൻ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ വലിയവർ വരെ എല്ലാവരും ഈ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അത് മറ്റു കാര്യങ്ങളിലൊക്കെ ഒന്നും മൂവ് ചെയ്യാതെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു വിദ്യാർത്ഥി സമൂഹത്തെ നമ്മളിപ്പോൾ കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കൂടുതലായിട്ടും ഈ മൂഡ് ആൻഡ് സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ആബ്സെൻസ് ഫ്രം വർക്ക് ആൻഡ് സ്കൂൾ, താല്പര്യമില്ലായ്മ, പഠനത്തോടോ അല്ലെങ്കിൽ വർക്കിനോടോ ഒന്നും താല്പര്യമില്ലായ്മ, ക്ലാസ്സിലൊക്കെ തുടരെയായി ലീവ് എടുക്കുകയും കട്ടാക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായും അവർ എന്തിനോടോ അഡിക്റ്റഡ് ആണ്. ചിലപ്പോൾ ഗെയിമുകളോടായിരിക്കാം. ചില വിദ്യാർത്ഥികളൊക്കെ ഗെയിം കളിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അത്ഭുതമാകും. അതുപോലെ തന്നെ നമുക്കൊക്കെ അത്ഭുതമായി തോന്നുന്നൊരു കാര്യമാണ്, ഇപ്പോൾ ഗെയിമുകൾ യൂസ് ചെയ്യുമ്പോൾ അതിൽ പൈസ സ്പെൻഡ് ചെയ്യാറുണ്ടാൽ, ഇപ്പോൾ ഞാൻ അത് വാങ്ങി ഇത് വാങ്ങി തോക്ക് വാങ്ങി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ചിന്തിക്കും, ഇതെന്താണ് ഇതിന് മാത്രം ഇതിലുള്ളത്, എന്താണ് ഇവർ പൈസ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ മാത്രമൊക്കെ ഉള്ളത്. എന്നാൽ ഈ ഒരു അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മളിൽ ഉണ്ടാക്കുന്നത് ഒരു തരം തലച്ചോറിൻ്റെ ഉദ്ദീപനമാണ്. നമ്മുടെ ശരീരത്തിൽ സന്തോഷം വർദ്ധിപ്പിക്കുന്ന ഡോപ്പമിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിപ്പിക്കാൻ ഈ ഒരു കാര്യം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അവർക്ക് സന്തോഷം ലഭിക്കുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷം കിട്ടുന്ന കാര്യം അവർ തുടരെ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇനി മറ്റൊന്ന് ഡിനിയൽ ആൻഡ് ഇവാസീവ്നെസ്, അതായത് നിഷേധഭാവവും ഒഴിഞ്ഞു മാറലുകളും. നമ്മുടെ കുട്ടികളിൽ ഈ അടുത്ത് സോമൻ കടലുണ്ടിയുടെ ഒരു കവിത വായിക്കുകയുണ്ടായി. അതായത് എവിടെയും നമ്മുടെ വിദ്യാർത്ഥികളെ കാണാനില്ല. വിവാഹവേദികളിലോ അല്ലെങ്കിൽ സൗഹൃദ സംഭാഷണങ്ങളിലോ സാമൂഹ്യ പ്രവർത്തനങ്ങളിലോ ഒന്നിലും തന്നെ ക്ലബ്ബുകളിലോ ഒന്നും നമ്മുടെ വിദ്യാർത്ഥികളെ കാണാൻ കഴിയുന്നില്ല. എല്ലാവരും എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി തന്നിലേക്ക്, അതായത് തൻ്റെ ജീവിതം എന്നുള്ള ഒരു ചിന്തയിലേക്ക് മാറുന്ന ഒരവസ്ഥ കൂടുതലായി ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ എനിക്കിതിനൊന്നും കഴിയുകയില്ല, അല്ലെങ്കിൽ ഇതൊന്നുമല്ല എൻ്റെ രസം, അങ്ങനെ പറഞ്ഞ് മാറി നിൽക്കുന്ന അതായത് അവൻ്റെ നല്ലതിന് വേണ്ടിയാണ് എന്ന് അറിഞ്ഞിട്ട് പോലും അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥ ഇപ്പോഴത്തെ വിദ്യാർത്ഥികളിൽ കൂടുതലായി കാണുന്നുണ്ട്. അതും ഈ ഒരു അഡിക്ഷൻ്റെ സയൻസാണ്. അടുത്തതായിട്ട് അൺജസ്റ്റിഫൈഡ് മണി സ്പെൻഡിങ്, ഒരു ഇതുമില്ലാത്ത രീതിയിൽ മണി സ്പെൻഡ് ചെയ്യുക, പൈസ സ്പെൻഡ് ചെയ്യുക. നമ്മുടെ പഴയ കാലത്തൊക്കെ പൈസ എന്ന് പറഞ്ഞൊരു വിലയുള്ള വസ്തുവായിരുന്നു. ഇന്ന് അങ്ങനെയൊന്നുമില്ല. തൻ്റെ ഇഷ്ടങ്ങൾ എന്താണോ അതിനു വേണ്ടി എത്ര പണവും സ്പെൻഡ് ചെയ്യാൻ ഓരോരുത്തരും തയ്യാറാണ്. അതിന് അവരുടെ സാമ്പത്തിക അവസ്ഥയോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയോ ഒന്നും ആ കുട്ടികൾക്കൊരു വിഷയമല്ല. അതിനുള്ള മാർഗങ്ങൾ അവർ കണ്ടെത്തുന്നു. ഇപ്പോൾ ഇത് മെയിനായിട്ട് സംഭവിക്കുന്നത് ഈ ഡ്രഗ് അഡിക്ഷൻ പോലത്തെ കാര്യങ്ങളിലാണ്. അതുപോലെ തന്നെ ഗെയിം അഡിക്ഷനിലും ഇതുണ്ടാകുന്നുണ്ട്. അതായത് അവർക്ക് ഈ ഡ്രഗ് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് ആ ഒരു സമയമാകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുക. നമ്മൾ പറയുന്നുണ്ട് ഓനിത് വിറക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നതാണ്. അതായത് ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ആളുകൾക്ക് ആ സമയത്ത് ഡ്രഗ്സ് അനിവാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി അവർക്ക് പണം ആവശ്യമാവും. ഇപ്പോൾ ചില ആളുകൾക്ക് വേറൊരു രസമാണ് ഉണ്ടാകുക, അതായത് ഒരുപാട് പൈസ പൊട്ടിക്കുക, അടിച്ചു പൊളിച്ച് ലൈഫ് ചെയ്യുക. മറ്റുള്ള ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പോലത്തെ സൈറ്റുകൾ നോക്കുകയാണെങ്കിൽ അതിൽ കൂടുതലായും ആളുകൾ ഇൻഫ്ലുവൻസേഴ്സ് കാണിക്കുന്നത് ഭയങ്കര അവരുടെ വെൽത്തി ലൈഫ് മാത്രമാണ്. അവരുടെ ദുഃഖങ്ങളോ സങ്കടങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ അവരുമായിട്ട്, ഈ കുട്ടികളൊക്കെ അവരുമായിട്ട് ജീവിതത്തെ കമ്പാരിസൺ ചെയ്യും. അപ്പോൾ അവരും ആഗ്രഹിക്കും ഇതുപോലുള്ള സന്തോഷങ്ങൾ തൻ്റെ ജീവിതത്തിലുമാണല്ലോ. ചില കുട്ടികൾ, പൈസക്കാരുടെ മക്കൾ അവരുടെ ജീവിതം കാണിക്കുമ്പോൾ തൻ്റെ അച്ഛനും അമ്മയും എന്തുകൊണ്ട് ഇങ്ങനെ ആയില്ല, അവർ എന്തുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നവരാവാത്തത് കൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ ആയിപ്പോയത്, അങ്ങനെയുള്ള ഒരു തോന്നലുണ്ടാവുകയും ഈ അച്ഛനോടും അമ്മയോടൊക്കെ അതൊരു വെറുപ്പായി മാറുകയും. നമ്മൾ അഫാൻ്റെ കേസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവൻ ആഗ്രഹിച്ചിരുന്നത് ഒരു അടിച്ചുപൊളി ലൈഫാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് അവൻ്റെ അമ്മയും അച്ഛനും കടങ്ങൾ ഉണ്ടാക്കി വെച്ചത് കാരണം അവൻ്റെ ജീവിതം അവന് വിചാരിച്ച പോലെ നടക്കുന്നില്ല. അപ്പോൾ
ഇവന് ഈ സങ്കടങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നും മറ്റുള്ളവരോട് പറയാൻ കഴിയാത്തൊരവസ്ഥ. അതായത് സമൂഹവുമായിട്ട് യാതൊരു അടുപ്പവുമില്ലാതെ, കൂട്ടുകാരില്ലാത്ത ഒരു അവസ്ഥ, സ്വന്തത്തിലേക്ക് ഒഴിഞ്ഞു മാറിയ അല്ലെങ്കിൽ മറ്റുള്ളതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിയത് കൊണ്ടാണ് വിത്ഡ്രോവൽ എന്ന് പറയും ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അതായത് പിന്നീട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊരു തോന്നൽ ഇങ്ങനെയുള്ള അഡിക്റ്റഡ് പീപ്പിളിൽ കാണാൻ കഴിയും, മനുഷ്യന്മാരിൽ കാണാൻ കഴിയും. അപ്പോൾ അവർ ഇപ്പോഴത്തെ ട്രെൻഡായ സൂയിസൈഡ് പോലത്തെ കാര്യങ്ങളിലേക്ക്, ഇപ്പോൾ ബെറ്റിംഗ് ആപ്പൊക്കെ തുടക്കത്തിൽ നമ്മളെ ഡ്രീം 11ഒക്കെ അങ്ങനത്തെ ഒരുപാട് ആപ്പുകളുണ്ട്. തുടക്കത്തിൽ ചെറിയ ചെറിയ പൈസ ആയിരിക്കും ഇവരൊക്കെ ഇടുക. ഈ എൻ്റെ അടുത്ത് ഒരു കൂട്ടുകാരൻ മരിക്കുകയുണ്ടായി, 22 വയസ്സ് മാത്രമേ ഉള്ളൂ. അവന് തുടക്കത്തിൽ ഒരു ബെറ്റിംഗ് ആപ്പിൻ്റെ അഡിക്റ്റഡ് ആണ്. ചെറിയ ചെറിയ പൈസ സ്പെൻഡ് ചെയ്ത് ഒടുവിൽ വലിയ ഒരു എമൗണ്ട് അവന് കടമായി വരികയും ഇതവൻ ആരോടും പറയാൻ കഴിയുന്നില്ല. മരിച്ചതിന് ശേഷമാണ് ആളുകൾ അറിയുന്നത്, സൂയിസൈഡ് ചെയ്തതിന് ശേഷമാണ് ഇവൻ ഇത്രയും വലിയ കടത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടെന്ന് ആൾക്കാർ അറിയുന്നത്. ഒരുപക്ഷെ അത് അവൻ്റെ സൗഹൃദ ബന്ധത്തിൽപ്പെട്ട ആളുകളോട് പറഞ്ഞിരുന്നെങ്കിൽ അവൻ്റെ മരണത്തിൽ നിന്ന് അവനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. ഈ ഒരു പ്രതിസന്ധി വരാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ വലിയ കുടുംബ സമൂഹമായിരുന്നു, കൂട്ടുകുടുംബങ്ങളൊക്കെ ആയിരുന്നു. ഇന്ന് അത് മാറി അണുകുടുംബം എന്ന് പറയുന്ന വെറും 3-4 ആളുകൾ മാത്രം, അച്ഛൻ, അമ്മ, ഒരു മകൻ, ഒരു മകൾ എന്ന സ്ഥിതിയിലേക്ക് വന്നു. അവർ തന്നെ തമ്മിൽ യാതൊന്നും സംസാരിക്കാതെ അല്ലെങ്കിൽ അയൽപ്പക്ക ബന്ധമില്ലാതെ സമൂഹമായിട്ട് ഇടപഴകാതെ നഗര ജീവിതത്തിലേക്കാണ് ആളുകൾ കൂടുതലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പോൾ 90% ജനങ്ങളും ഈ ഒരു നഗര ജീവിതത്തിലേക്ക് മാറുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതായത് മറ്റുള്ളവരോടൊന്നും ബന്ധമില്ലാതെ, അയൽക്കാരെ പോലും അറിയാത്ത ഒരു അവസ്ഥ, സ്വന്തം തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുക അല്ലെങ്കിൽ സ്വന്തത്തിൽ തന്നെ സന്തോഷം ഉണ്ടാക്കുക എന്ന കാര്യങ്ങളിലേക്ക് നീങ്ങുകയും ചെറിയ ചെറിയ വീഴ്ചകൾ വരുമ്പോൾ തന്നെ കുടുംബം മൊത്തമായിട്ട് ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യുക, അങ്ങനെ ഉത്തരവാദിത്തങ്ങളോടുള്ള ഒരു വിമുഖത സമൂഹത്തിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇനി മറ്റൊന്നാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിഹേവിയർ ചേഞ്ചസ്. പെട്ടെന്ന് ചൂടാകുന്ന അതായത് നമ്മുടെ ചില കൂട്ടുകാരൊക്കെ കാണാം, ഒന്നുമില്ലാതെ പെട്ടെന്ന് നമ്മൾ ചെറിയ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങ് ചൂടായി വിടുന്നത്. അതായത് നമ്മൾ പോലും പ്രതീക്ഷിക്കുന്നില്ല ഇവർ ഇങ്ങനെ എന്തിനു ചൂടാകണമെന്ന്. നമ്മളിങ്ങനെ ചിന്തിക്കും, എന്താണ് ഇവ ഇങ്ങനെ ചൂടാകുന്നത്? അതൊക്കെ ഒരു അന്തർമുഖത്വത്തിൻ്റെ ഒരു ഭാഗമാണ്, ഇൻട്രോവേർട്ട്നെസ് എന്ന് പറയും. അതുപോലെ തന്നെ നെഗ്ലക്റ്റിംഗ് പേഴ്സണൽ അപ്പിയറൻസ് ആൻഡ് ഹൈജീൻ. ഇപ്പോൾ ജട കുത്തിയ മുടിയുമായി അല്ലെങ്കിൽ കയ്യിൽ നിറയെ ബാൻഡും ഡ്രസ്സൊക്കെ ഒരുമാതിരി ലുക്കിലൊക്കെ നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ആദ്യം തന്നെ നമ്മളെന്താ പറയുക, ഓന് ഒരു കഞ്ചാവാണ്, അങ്ങനത്തെ ഒരു ചിന്ത ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. കാരണം ഈ ഒരു ഡ്രഗ് പോലത്തെ അഡിക്ഷനുകൾ സംഭവിച്ചാൽ പിന്നെ അവരുടെ ജീവിതത്തെക്കുറിച്ചൊന്നും അവർ ചിന്തിക്കില്ല. അതായത് അവരുടെ ഡ്രസ്സിങ് എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ അവരുടെ അപ്പിയറൻസുകൾ എങ്ങനെയാണെന്നോ എന്നതിനെ കുറിച്ചൊന്നും അവർക്ക് ചിന്തിക്കാൻ കഴിയുകയില്ല. ഇനി ഇതിൻ്റെ കാരണങ്ങളാണ്, ഈ അഡിക്ഷനുകളിലേക്ക് എത്തിപ്പെടാനുള്ള കാരണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ദ കോസസ് ഓഫ് അഡിക്ഷൻ. ആദ്യമായിട്ട് ജനറ്റിക് പ്രിഡിസ്പോസിഷൻ, അതായത് പാരമ്പര്യമായിട്ടുള്ള ചില പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ട്. അതായത് ചില വിദ്യാർത്ഥികളിൽ ഒരു എടുത്തുചാട്ട മനോഭാവം, സുഖങ്ങൾ കിട്ടുന്ന അല്ലെങ്കിൽ സന്തോഷങ്ങൾ കിട്ടുന്ന ചില കാര്യങ്ങൾ ചെയ്തു നോക്കുക, അത് ചെയ്തു നോക്കുക, ഇത് ചെയ്തു നോക്കുക എന്നുള്ള ഒരു താല്പര്യത്തിലേക്ക് അവർ വരികയും എന്ത് കണ്ടാലും അത് ദൂഷ്യഫലങ്ങളുള്ളതാണെങ്കിൽ പോലും അതൊന്നും ചെയ്തു നോക്കുക എന്നുള്ള ചിന്ത അവരിൽ വരികയും അങ്ങനെ അത് ചെയ്തു നോക്കി ഒരു പക്ഷേ അതിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയാത്ത അവസ്ഥ. ഇപ്പോഴത്തെ ആപ്പുകളെ കുറിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ആപ്പാണ് കോക്കോമെലോൺ എന്ന് പറയുന്നത്. ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള കാർട്ടൂൺ ആപ്പാണ്. ഈ ഒരു ആപ്പിനെ കുറിച്ച് ന്യൂയോർക്ക് ടൈംസ് പഠനം നടത്തി നോക്കുമ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വാച്ച് ചെയ്യുന്നതിൽ രണ്ടാമതുള്ള ഒരു ആപ്പ് ചാനലാണ് കോക്കോമെലോൺ എന്ന് പറയുന്നത്. ഈ കോക്കോമെലോണിൻ്റെ പിന്നിൽ ഒരുപാട് സൈക്കോളജിസ്റ്റുകളും അതുപോലെ തന്നെ മനഃശാസ്ത്ര വിദഗ്ധരൊക്കെ ഉണ്ട്. നമ്മൾ ഒരു ആപ്പ് എന്ന് പറഞ്ഞാൽ ആപ്പിന് ബേക്കിൽ ആപ്പ് ഡെവലപ്പേഴ്സ് അല്ലേ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സൊക്കെ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കും. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. നമ്മുടെ സമൂഹത്തെ നന്നാക്കിയെടുക്കേണ്ട മനഃശാസ്ത്രജ്ഞന്മാർ പോലും ഈ ജനങ്ങളെ അല്ലെങ്കിൽ കുട്ടികളെ ഈ ഒരു കാര്യത്തിലേക്ക് അഡിക്റ്റഡ് ആക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നിരന്തരം ഈ ഒരു ആപ്പ് ഡെവലപ്പേഴ്സിന് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ അതിനനുസൃതമായി ആപ്പുകൾ ക്രിയേറ്റ് ചെയ്യുകയും നിരന്തരം അപ്ഡേറ്റുകൾ ചെയ്ത് വിദ്യാർത്ഥികളെ അതിലേക്ക് ഇങ്ങനെ അഡിക്റ്റഡ് ആക്കി മാറ്റുന്നു. അതുപോലെ തന്നെ എൻവിറോൺമെൻ്റൽ ഇൻഫ്ലുവൻസസ് ആണ്. നമ്മുടെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അന്തരീക്ഷം, ഇതൊരു വലിയ പ്രശ്നമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അണുകുടുംബം,
ഉപ്പയോ ഉമ്മയുമായിട്ടൊന്നും വലിയ ബന്ധമില്ല. ഇപ്പോൾ അധിക ഉപ്പമാരും കേരളത്തിലെ സാഹചര്യം എടുത്തു നോക്കുകയാണെങ്കിൽ പ്രവാസികളായിരിക്കും. ഉമ്മയാണെങ്കിൽ കൂടുതലൊന്നും മക്കളുടെ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഒരു 10 ക്ലാസ്സൊക്കെ കഴിഞ്ഞ വിദ്യാർത്ഥിക്ക് ഫോൺ കൊടുത്തില്ലെങ്കിൽ അതൊരു എന്തോ ഒരു താഴ്ന്ന ലെവല്, ഒരു മോശം ലെവലായിട്ടാണ് ഇപ്പോൾ എല്ലാവരും കാണുന്നത്. അതേപോലെ തന്നെ തൻ്റെ കുട്ടിയുടെ ഫോണുകളിലേക്ക് ഇങ്ങനെ ചൂഴ്ന്നന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നോക്കുക എന്ന് പറഞ്ഞാലൊക്കെ അതൊക്കെ കുട്ടികൾ ഇങ്ങോട്ട് ചോദിക്കും, എന്നെ നിങ്ങൾക്ക് എന്താ ഇത്ര വിശ്വാസമില്ലായ്മ എന്നുള്ള ഒരു ചോദ്യം കുട്ടികളിൽ നിന്നുണ്ടാവും. അപ്പോൾ ഇവർക്കൊന്നും ആ ഒരു ചോദ്യത്തെ നേരിടാൻ കഴിയാത്തത് മുഖേന പൂർണ്ണമായിട്ട് ഫോണുകൾ നൽകി അതിന് അവരുടെ ഇഷ്ടാനുസരണങ്ങൾക്ക് അനുസരിച്ച് കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ്. അവരെന്താണ് കാണുന്നതെന്നോ അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നതെന്നോ ഒന്നും നോക്കുന്നില്ല. ഇപ്പോൾ എന്തൊരു കാര്യത്തിന് വേണ്ടിയും ഫോൺ കൊടുക്കുന്നു. ചെറിയ മക്കളിൽ പോലും കണക്കുകൾ പ്രകാരം പറയുന്നത് 2 വയസ്സ് വരെയുള്ള കുട്ടിക്ക് ഫോൺ തന്നെ കൊടുക്കരുതെന്നാണ്. എന്നാൽ ഇന്ന് 6 മാസമായ കുട്ടികൾക്ക് പോലും ടാബും ഫോണും കൊടുക്കുന്ന ഒരു അവസ്ഥയാണ്. അന്ന് മുതലേ വിദ്യാർത്ഥികൾ എന്താക്കുന്നു, ഈ ഒരു വേൾഡിലേക്ക്, ഡിജിറ്റൽ വേൾഡിലേക്ക് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ 2 മുതൽ 6 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾ 1 മണിക്കൂറും, 6 മുതൽ 12 വയസ്സ് വരെ 12 മുകളിലുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ആളുകൾക്ക് 3 മണിക്കൂറും മാത്രമേ ഫോൺ ശരിക്കും യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് ശാസ്ത്രം പറയുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ. നമ്മൾ പോലും 3 മണിക്കൂറെ യൂസ് ചെയ്യാൻ പറ്റൂ. നമ്മുടെയൊക്കെ ഫോണിലെ സ്ക്രീൻ ടൈം, ഡിജിറ്റൽ വെൽബീയിങ്ങിലെ സ്ക്രീൻ ടൈം എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും എത്രയോ 10 മണിക്കൂറും 11 മണിക്കൂറൊക്കെ ആയ ആൾക്കാരുണ്ടാവും. അതിലും കൂടുതലും ചിലപ്പോൾ കാണാൻ കഴിയും. ഈ അടുത്ത് ഞാനൊരു കൂട്ടുകാരൻ്റെ ഫോണിൽ കണ്ട്, ഫ്രണ്ട് തന്നെ നേരെ ഫോണിൻ്റെ ലോക്ക് ഓർക്കുമ്പോൾ കാണുന്നത് സ്ക്രീൻ ടൈം എന്നാണ്. അതായത് ഇത്ര ടൈം യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ലക്ഷ്യം, നമ്മളെല്ലാവരും ബൗണ്ടറീസ് നമ്മളേവരും സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഒരു ക്രമവുമില്ലാതെ പോകുമ്പോഴാണ്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ റീലുകളിലേക്കും ഷോർട്സുകളിലൊക്കെ പോകുമ്പോഴാണ് നമ്മൾ അതിനോട് അഡിക്റ്റഡ് ആവുകയും അതിലേക്ക് കൂടുതൽ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ഡെവലപ്മെൻ്റൽ ഫാക്ടേഴ്സാണ്. നമുക്ക് ഈ അടുത്ത് ഒരു സെലിബ്രിറ്റി ആയ വ്യക്തിയാണ് തൊപ്പി എന്ന് പറയുന്നത്. വലിയ ചർച്ച ചെയ്യപ്പെടേണ്ട ആളല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ, അതായത് അദ്ദേഹം വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു ട്രോമ, ഒരു അബ്യൂസിൻ്റെ ട്രോമയിൽ നിന്നാണ് അദ്ദേഹം ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. അതായത് ഇപ്പോൾ നമ്മളെ സമൂഹം മുഴുവനായിട്ട് അവഗണിക്കുമ്പോൾ, നമ്മൾ വളർന്നു വരുന്ന കാലത്ത് നമ്മളെ സമൂഹം അവഗണിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ട് വല്ലാതെ കുറ്റപ്പെടുത്തുമ്പോൾ പിന്നെ നമുക്ക് ആ സമൂഹത്തോട് ഇടപെടാൻ ഒരു വലിയ ബുദ്ധിമുട്ടായിരിക്കും. എന്തോ ഒരു വെറുപ്പ് ഫീൽ ചെയ്യും സമൂഹത്തിനോട് ഇടപെടുന്നതിൽ. അങ്ങനെ അവൻ സ്വന്തത്തിലേക്ക് ഉൾവലിയുകയും അവൻ്റെ എന്തെങ്കിലും ഒരു സന്തോഷം കിട്ടുന്ന മേഖല ഏതാണോ അത് അവൻ അന്വേഷിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു പക്ഷേ ചിലപ്പോൾ ഗെയിമുകളിലേക്കോ അല്ലെങ്കിൽ ഡ്രഗ്സുകളിലേക്കോ എത്തിപ്പെടുകയും അതിനെ ഒരു ക്രമത്തിലല്ലാതെ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക്, ഗെയിംസ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ തീരെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ വല്ലാതെ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്ന കാര്യമല്ല. കാരണം മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഗെയിമുകൾ ധാരാളമുണ്ട്. അങ്ങനെയുള്ള ഗെയിമുകളൊക്കെ കളിക്കുകയും വേണം എന്ന് കരുതി പൂർണ്ണമായും ഗെയിമിന് നമ്മളൊരു ബൗണ്ടറീസും ഇല്ലാതെ ഗെയിമുകൾക്ക് അഡിക്റ്റഡ് ആവരുത് എന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ലഹരിയും ഇതൊക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് കിട്ടേണ്ട സ്നേഹമോ അല്ലെങ്കിൽ പരിഗണനകളോ കിട്ടാതെ അവഗണനകളും അതുപോലെ തന്നെ എന്ത് ചെയ്താലും കുറ്റം പറച്ചിലുകളും മാത്രമാണ് ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളെ സ്വന്തത്തിലേക്കും മറ്റുള്ളവരോടൊക്കെ വെറുപ്പുണ്ടാക്കുകയും സമൂഹമായിട്ട് ഇടപഴകാതെ സ്വന്തം റൂമിൽ അടച്ചുമൂടി ഇരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇനി മറ്റൊന്ന് മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസാണ്. അതേപോലെ തന്നെ ന്യൂറോ ബയോളജിക്കൽ ഫാക്ടേഴ്സ്, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു സബ്സ്റ്റൻസ്, അതായത് ഏതെങ്കിലും ഒരു ഡ്രഗ് പോലത്തെ ഒരു സാധനം ജസ്റ്റ് നമ്മൾ കൂട്ടുകാരെങ്കിലും തന്നപ്പോൾ നമ്മൾ യൂസ് ചെയ്തു. അങ്ങനെ നമുക്ക് അല്ലെങ്കിൽ നമ്മളെ കൂട്ടുകാർ തന്നിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ട് പിന്നെ അതിൽ നിന്ന് തിരിച്ചിറങ്ങാൻ കഴിയാത്തൊരവസ്ഥ വരിക. ഈ മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ടെൻഷന്, ഡിപ്രഷന്, ആൻസൈറ്റി പോലത്തെ കാര്യങ്ങളാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കുണ്ടാവും. നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മുടെ കൂട്ടുകാരുടെ ജീവിതം കാണുമ്പോൾ അവർ പൈസ ഉണ്ടാക്കി യാത്ര പോവുകയും, അവർ പുറമെ ജീവിക്കുന്നവരാണല്ലോ, അങ്ങനെ അവർ പൈസ ഉണ്ടാക്കി യാത്ര പോകുന്നു, അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ള ലൈഫ് അടിച്ചു പൊളിക്കുന്ന യൂണിവേഴ്സിറ്റി ലൈഫൊക്കെ അടിച്ചു പൊളിക്കുന്നത് കാണുന്നു. അവരും അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഫോട്ടോസ് മാത്രമാണല്ലോ പുറത്തേക്ക് വിടുക. അങ്ങനെയുള്ളത് കാണുമ്പോൾ ഞാൻ എന്താണ് ഇവിടെ ജീവിച്ചിട്ട് ഞാൻ എന്താവാനാണ് എന്നുള്ളൊരു ചോദ്യം നമ്മളിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നേക്കാം. അങ്ങനെ അതുമൂലം, അതായത് ഞാനിപ്പോൾ വീടിൻ്റെ ഉള്ളിൽ ഒരുമാതിരി ഇങ്ങനെ അടച്ചുറച്ച് പുറത്തൊക്കെ ഇറങ്ങാൻ കഴിയാതെ ഫോണിൽ ഒരുപാട്
വൈകുന്നേരം മാത്രമേ ഫോൺ കിട്ടുന്നുള്ളൂ, അങ്ങനത്തെ ഒരു ചിന്ത വന്നിട്ട് ആ ഒരു ഡിപ്രഷൻ, ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങി എന്താവാന്നുള്ളൊരു ചിന്ത, അതുമൂലം ഒരുപാട് ടെൻഷനുകളൊക്കെ വന്നു ഞാൻ വിദ്യാർത്ഥികൾ ആ ഒരു കാരണം എന്തെങ്കിലും സന്തോഷം കിട്ടുന്ന രീതികളിലേക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ അത് ഫോൺ തന്നെ കയ്യിൽ വെച്ചുകൊണ്ടായിരിക്കും. ആ ഫോൺ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനത്തെ റീലോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കണ്ടിങ്ങനെ അതൊരു ടൈം വേസ്റ്റിംഗ് ആക്കി അല്ലെങ്കിൽ ടൈം സ്പെൻഡിങ് ആക്കിയിട്ട് മാറ്റുന്നൊരു പ്രകൃതി നമ്മുടെ വിദ്യാർത്ഥികളിൽ കണ്ടുവരുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ അൺറിയലിസ്റ്റിക് പോർട്രയൽസ് ഓഫ് റിയൽ ലൈഫ് ഇൻ മീഡിയ. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആളുകളുടെ ഇൻഫ്ലുവൻസേഴ്സ് തൻ്റെ ജീവിതത്തിലെ സന്തോഷകരമായ സാഹചര്യങ്ങളെ മാത്രം പോർട്രേ ആയി അതിനോട് നമ്മൾ ജീവിതത്തെ കമ്പാരിസൺ ചെയ്ത് നമുക്കങ്ങനെ എത്താൻ കഴിഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം അങ്ങനെയൊക്കെ ആവണമെന്നുള്ള ആ ഒരു തോന്നലിൽ നിന്ന് വലിയ വലിയ ചിന്തകൾ വെച്ച്, അതായത് ഹോപ്പുകൾ വെച്ച് അതിലേക്കൊന്നും പെടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിപ്രഷൻ, ടെൻഷനുകളൊക്കെ ഇങ്ങനെയുള്ള പലതിലേക്കും യൂസ് ചെയ്യുന്നതിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇനി ഈ കാലത്തെ അഡിക്ഷനുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും 3 അഡിക്ഷൻസാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അത് തന്നെയാണ്. സ്ക്രീൻ അഡിക്ഷനും, ഡ്രഗ് അഡിക്ഷനും, അതുപോലെ തന്നെ ഗെയിം അഡിക്ഷനും. നമ്മുടെ സമൂഹത്തിൽ ക്രമാതീതമായി, കേരളീയ സാഹചര്യത്തിലൊക്കെ ക്രമാതീതമായി വളർന്നു വരുന്ന ഒരു കാര്യമാണ് സ്ക്രീൻ അഡിക്ഷൻ, അതുപോലെ തന്നെ ഡ്രഗ് അഡിക്ഷൻ, ഗെയിം അഡിക്ഷൻ എന്ന് പറയുന്നത്. ഇതിനൊക്കെ വ്യക്തമായ കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഗെയിം അഡിക്ഷനൊക്കെ ആണെങ്കിൽ ഈ അടുത്ത് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു കാര്യമാണ് ലോക്കോയിൽ ഗെയിം കളിക്കാന്നുണ്ട്. ഇതൊരു ഏർണിങ്സ് ആയിട്ട് പല ആളുകളും കാണുന്നുണ്ട് ഈ ഗെയിമിങ്ങിനെ. അങ്ങനെ എനിക്കും അതൊരു ഏർണിങ്സ് ആയിട്ട് വരണം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഗെയിം കളിച്ചിട്ടില്ലെങ്കിൽ ഞാനൊരു മോശപ്പെട്ടവനാണ്, ഈ ഒരു സമൂഹത്തിൽ ഞാൻ ഈ ഒരു ഗെയിം കളിച്ചിട്ടില്ലെങ്കിൽ മോശപ്പെട്ടവനാണെന്നുള്ള ചിന്തയൊക്കെയാണ് പലരെയും ഗെയിമിലേക്ക് ആകർഷിപ്പിക്കുന്നത്. അങ്ങനെ ഗെയിമിലേക്ക് ചെല്ലുകയും ഗെയിം കളിച്ചു തുടങ്ങിയാൽ പിന്നെ അതിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൻ്റെയൊക്കെ ആപ്പിൻ്റെ പിന്നിൽ ഒരുപാട് മനഃശാസ്ത്ര വിദഗ്ധരുണ്ട്. അവരതിലേക്ക് മനുഷ്യരെ വിദ്യാർത്ഥികളെ പിടിച്ചു നിർത്താനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അതിലേക്ക് അഡിക്റ്റഡായി അതിൽ പൈസ സ്പെൻഡ് ചെയ്യേണ്ടതാണെങ്കിൽ പൈസ നൽകി അങ്ങനെ ഗെയിമുകളിലേക്ക് കടന്നു ചെല്ലുന്ന ഒരുപാട് വിദ്യാർത്ഥികളെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഡ്രഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മാധ്യമ പ്രവർത്തനമൊക്കെ ആണെങ്കിൽ നോക്കിയാൽ ഈ അടുത്ത് ഒരു ടെലിവിഷൻ മാധ്യമത്തിൽ കണ്ടു, എങ്ങനെയാണ് ലഹരി യൂസ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ. എവിടെ നിന്നാണ് ലഹരി, അതായത് ലഹരിയുടെ കാരിയർമാർ ആരൊക്കെയാണ്, ആരിൽ നിന്നാണ് ലഹരി കിട്ടുന്നത്, അതുപോലെ തന്നെ ലഹരി എങ്ങനെയാണ് കൈമാറ്റം ചെയ്യുന്നത്, അത് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ കൊണ്ട് എന്താണ് ഈ ഒരു മാധ്യമ ചാനൽ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെയാണോ നമ്മുടെ മാധ്യമങ്ങൾ വേണ്ടത്? ഇതൊക്കെ കാണിച്ചതുകൊണ്ട് ചില കുറ്റകൃത്യങ്ങളൊക്കെ, ഇപ്പോൾ അഫാൻ്റെയൊക്കെ കൊലയാണെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കാണിച്ചു തരാണ്. അത് 3D ആക്കിയിട്ട് തന്നെ കാണിച്ചു, വീഡിയോ രൂപത്തിലാക്കിയിട്ട് കാണിച്ചു തരുന്നത് മൂലം നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ത്വര ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ പലതിലും മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. ഇനി അടുത്തതായിട്ട് എങ്ങനെ ഈ ഒരു അഡിക്ഷനുകളെ മാറ്റി നിർത്താമെന്നുള്ളതാണ്. ആദ്യമായിട്ട് പറയാനുള്ളത് ഫാമിലിയാണ്, കുടുംബജീവിതത്തിൽ നിന്ന്, അതായത് ചെറുപ്പത്തിൽ നിന്നേ തുടങ്ങി വരേണ്ടതാണ് ഈ ഒരു സമൂഹത്തിനോട് എങ്ങനെ ഇടപെടാം, അല്ലെങ്കിൽ ഫാമിലി എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു റിയൽ ഫാമിലി സെറ്റപ്പ് നമ്മളെല്ലാവരും ഉണ്ടാക്കിയെടുക്കണം. നമ്മളൊക്കെ വരും ഭാവിയിൽ അച്ഛനും അമ്മയും ഒക്കെ ആവേണ്ടവരാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴേ തീരുമാനിക്കുക എങ്ങനെയായിരിക്കണം മക്കളെ വളർത്തേണ്ടതെന്ന്. അതായത് 5 വയസ്സാകുന്നതിനിടയ്ക്ക് തന്നെ അവരെ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു വിദ്യാർത്ഥിയാക്കി എടുക്കാൻ ശ്രമിക്കുക. ചെറുപ്പത്തിലെ ഓരോ ജോലികൾ നൽകി പല ഓഫ്ലൈൻ ആയിട്ടുള്ള കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യിപ്പിച്ച് അവരെ മൊബൈലിലേക്ക് കൂടുതൽ അടുപ്പിക്കാതിരിക്കുക. അതാണ് പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ മൊബൈലിലേക്ക് നമ്മളൊക്കെ നോക്കുകയാണെങ്കിൽ ബോർഡം എന്ന് പറയുന്ന ബോറടിക്കുക, ഇതാണ് നമ്മൾ എല്ലാവരെയും ഫോണിലേക്ക് എത്തിക്കുന്നത്. വേറൊന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ വരുമ്പോൾ നമ്മളെല്ലാവരും ഫോൺ എടുക്കും. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കാതിരിക്കുക നമ്മളെ മക്കളെ മറ്റു പല കാര്യങ്ങളുമായിട്ട് എൻഗേജ് ചെയ്യിപ്പിച്ച്. ഇപ്പോൾ നോളജബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, അതല്ലാത്ത കളികളും. അതുപോലെ തന്നെ ഇപ്പോൾ വെക്കേഷൻ ടൈമിലൊക്കെ പല കുട്ടികളും ഫോണിലാണ് ഇരിക്കുന്നത്. അതിൻ്റെയൊക്കെ അപ്പുറത്ത് നമ്മളൊക്കെ ചെറുപ്പകാലത്ത് എന്തായിരുന്നു നമ്മൾ ചെയ്തത്? നമുക്ക് ഫോൺ ഇട്ടിരുന്നില്ലല്ലോ ചെറുപ്പത്തിൽ. ആ കാലഘട്ടത്തിൽ വെക്കേഷനിലൊക്കെ നമ്മൾ എന്തായിരുന്നു ചെയ്യുന്നത്? അത് ചെയ്യിപ്പിക്കണമെന്നല്ല, എങ്കിലും അതൊക്കെ ഒരു ട്രെൻഡാക്കി കൊണ്ടുവന്നാൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു നല്ല രീതിയിലുള്ള വെക്കേഷൻ കാലം കൊണ്ടുപോകാൻ കഴിയും. ക്യാമ്പുകളൊക്കെ, നീന്തൽ ക്യാമ്പോ അല്ലെങ്കിൽ ഫുട്ബോൾ ക്യാമ്പോ
അല്ലെങ്കിൽ എന്താണ് മുട്ടായി കച്ചവടമൊക്കെ, അങ്ങനത്തെ ഒരു ട്രെൻഡ് മക്കളിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം നമ്മുടെ ജീവിതത്തിൽ. ഇല്ലെങ്കിൽ അവരൊക്കെ പൂർണ്ണമായിട്ട് മൊബൈലുകൾക്ക് അടിമപ്പെട്ട് അങ്ങനെ ഇരിക്കുന്നത് നമുക്ക് കാണുകയും അവർക്ക് യാതൊരു റെസ്ട്രിക്ഷൻസോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. നമ്മുടെ തന്നെ ഫോണായിരിക്കും ഇവർക്കൊക്കെ കൊടുക്കുന്നുണ്ടാകുക. അതായത് ഇപ്പോൾ 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വാട്സപ്പ് ആവശ്യമാണ്, പഠനം ആവശ്യമായിട്ട് വരുന്നുണ്ട്. എന്നാൽ നമ്മുടെ തന്നെ ഫോണായിരിക്കും അവർക്ക് കൊടുക്കുന്നത്. അവരുടെ നമ്മുടെ ഇമെയിലിൽ എന്തെല്ലാം യൂട്യൂബിലെല്ലാം വരുന്നുണ്ടല്ലോ, ഏത് ഏജിലുള്ള ആളുകൾക്കും കാണാൻ പറ്റിയ സാധനങ്ങൾ നമ്മുടെ ഫോണിൽ വരും. എന്നാൽ അതിനപ്പുറത്തേക്ക് അവർക്ക് വേണ്ടി ഒരു ചെറിയ രീതിയിലുള്ള, അതായത് ചെറിയ 18 വയസ്സിന് മുകളിലെ ആളുകൾക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും വരാത്ത രീതിയിലുള്ള ഒരു സെറ്റിങ്സിൽ ഫോൺ രൂപപ്പെടുത്തുകയും അതിനൊരു പാരൻ്റൽ കൺട്രോൾ എന്ന് പറയുന്ന രീതിയിൽ ഇത്ര മണിക്കൂർ മാത്രമേ കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരിക. അതുപോലെ തന്നെ റിവാർഡായിട്ട് മാത്രം ഈ ഫോൺ കൊടുക്കലൊക്കെ ഉണ്ടാകുക. കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി ചെയ്താൽ, നല്ല കാര്യങ്ങൾ ചെയ്താൽ മാത്രം ഇത്ര ടൈം ഫോൺ തരും, ഒരു 10 മിനിറ്റ് തരും. അങ്ങനത്തെ എങ്ങനെ പോയാലും ഈ 1 മണിക്കൂറിന് താഴെ മാത്രം ഒരു ദിവസം ഫോൺ കൊടുക്കുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നാൽ നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങളിലേക്ക് പോകും. അതല്ല, ഫോൺ കൊടുക്കുകയാണെങ്കിൽ അവർ വെറും ഷോർട്സോ റീൽസോ കണ്ടിട്ട് അതിലങ്ങനെ ഒതുങ്ങി അവരുടെ ക്രിയേറ്റീവായ ചിന്തകളോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. ഒരു കഴിവും ഇല്ലാത്തവരായിട്ട് അവരിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. പഠിക്കുന്നുണ്ടാവും, പക്ഷേ ഇങ്ങനെയുള്ള പൊതുസമൂഹമായിട്ട് എങ്ങനെയാണ് ഇടപെടേണ്ടതെന്നോ ഒന്നും തന്നെ അറിയാത്ത അവസ്ഥയുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ചെറുപ്പത്തിൽ തന്നെ ഒരു വൃദ്ധസദനം പോലത്തെ അല്ലെങ്കിൽ ക്യാൻസർ രോഗികൾ ജീവിക്കുന്ന സ്ഥലങ്ങൾ പോലെ, ക്യാമ്പ് പോലത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ കുട്ടികളെ കൊണ്ടുപോകുക. അതായത് ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റുകൾ ഇങ്ങനെയൊക്കെ ആണ് എന്നുള്ള ഒരു ധാരണ വിദ്യാർത്ഥികളിലേക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ സമൂഹത്തിലേക്ക് നമ്മൾ ചെറിയ കുട്ടികളെ സമൂഹത്തിലേക്ക് ഇറക്കി, അതായത് കല്യാണത്തിനൊക്കെ കൊണ്ടുപോയിട്ട് അവരെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തിയൊക്കെ ചെറിയ കാലം മുതലേ സമൂഹമായിട്ട് ഇടപഴകാൻ അവരെ പരിശീലിപ്പിക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അത് ഈ ഒരു ഏകാന്തതയും ഡിപ്രഷനും ടെൻഷനൊക്കെ കുറച്ച് മറ്റു കാര്യങ്ങളിലേക്ക് മാത്രം അഡിക്റ്റഡ് ആയിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കും. ഇനി അടുത്തത് ഹാബിറ്റ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ലൈബ്രറീൻ്റെ കാര്യം പറഞ്ഞതാണ്. നമ്മൾ ഈ ഒരു വിദ്യാർത്ഥി കാലഘട്ടത്തിൽ നമ്മൾ തീർച്ചയായും കൊണ്ടുവരേണ്ട ഒരു ഹാബിറ്റാണ് റീഡിങ് എന്ന് പറയുന്നത്. അതിന് ഒരുപാട് ഉപകാരമുണ്ട്. നമ്മുടെ ഒരു പുസ്തകം എടുത്ത് നമ്മളത് വായിച്ചു തുടങ്ങി അത് അവസാനിക്കുന്നത് വരെ നമ്മൾ ആ പുസ്തകത്തിലായിരിക്കും. മറ്റു കാര്യങ്ങളിലേക്കൊന്നും അതിലെ കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ അതിലെ ചരിത്രമോ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചിന്തകളൊക്കെ പോകുന്നത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യണമെന്നോ അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് സമയം വേസ്റ്റ് ചെയ്യണം എന്നുള്ള തോന്നലൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് ഹാബിറ്റ്സുകളുണ്ട്, നല്ല നല്ല ഹാബിറ്റ്സുകൾ. എക്സസൈസ് പോലത്തെ അടുത്തതായിട്ട് പറയുന്നുണ്ട്. എക്സസൈസ്, റീഡിങ്, അങ്ങനത്തെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ സമയത്തെ വഴിതിരിച്ചു വിടുമ്പോൾ ഈ മൊബൈൽ ഫോൺ പോലത്തെ ഡിജിറ്റൽ ഡിവൈസുകളിൽ കൂടുതൽ സമയം ചിലവഴിക്കേണ്ട ഒരവസ്ഥ വരും. അതേപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ സ്ക്രീൻ ടൈം, സെറ്റിംഗ് ബൗണ്ടറീസ്, നമ്മൾ ഇത്രേ പോവൂ എന്നുള്ളൊരു ബൗണ്ടറി നമ്മൾ വെക്കുക. ഒറ്റയടിക്ക് എന്തേനും ഇപ്പോൾ 10 മണിക്കൂറൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒറ്റയടിക്ക് നാളെ മുതൽ ഞാൻ 1 മണിക്കൂർ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒന്നും സാധിക്കില്ല. അങ്ങനെ കുറച്ച് ബൗണ്ടറീസ് ഇങ്ങനെ താഴ്ത്തി പിന്നെ നമ്മൾ കൺട്രോളിലേക്ക് നമ്മൾ എത്തിക്കണം. പലരും അങ്ങനെ ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. പല ആളുകളും ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് നോട്ടിഫിക്കേഷൻസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യുകയാണുള്ളത്. പലപ്പോഴും നമ്മൾ ഫോൺ എടുക്കാൻ പ്രേരിപ്പിക്കുന്നത് നോട്ടിഫിക്കേഷൻസുകളാണ്. ഇപ്പോൾ ഐഫോണൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്ക് വേഗം ഫോൺ എടുത്ത് നോക്കണം എന്നുള്ള ഒരു തോന്നൽ പെട്ടെന്ന് വരും. ഇത് അതിൽ നിന്ന് വന്ന നോട്ടിഫിക്കേഷനാണ്, ഇത് അതിൽ നിന്ന് വന്ന നോട്ടിഫിക്കേഷനാണ്. പലരും കണ്ടിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്ക് വേഗം ഫോൺ എടുത്ത് നോക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് മാറാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് നോട്ടിഫിക്കേഷൻസ് ഓഫാക്കിയിടുക എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മുടെ പ്രയോറിറ്റീസ് എപ്പോഴും മാതാപിതാക്കളായിരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലേക്കും നമ്മളെ പ്രയോറിറ്റീസ് വരിക. വെറും ഈ ഒരു ഫോണിലേക്ക് മാത്രമായി കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സമയം വെറുതെ ആയി പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഇടയായിട്ട് കൂടുതൽ കേട്ടുവരുന്നൊരു കാര്യമാണ് ഡിജിറ്റൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ എന്തെല്ലാം കാണണം, നമ്മുടെ ഫോണിൽ നമ്മൾ എന്തെല്ലാം കാണണം എന്നുള്ള ഒരു വ്യക്തമായ ധാരണ നമ്മളിൽ ഉണ്ടാകണം. നല്ല കാര്യങ്ങൾ മാത്രമായി ഉപയോഗിക്കാൻ ശ്രമിക്കുക. 1.5 മണിക്കൂറൊക്കെ നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ കണ്ടോട്ടെ, എങ്കിലും ബാക്കിയുള്ള 2.5 മണിക്കൂർ ഉപകാരപ്രദമായ കാര്യങ്ങളിൽ മാത്രം എൻഗേജ് ആവുക. ഇനി കൂടുതലായിട്ട് നമ്മൾ പ്രശ്നം വരുന്നത്, നമ്മളൊക്കെ വീട്ടിൽ പോയിട്ട് ഇപ്പോൾ അനിയന്മാരൊക്കെ ഉണ്ടാവും, പോലെ മുന്നിൽ മാസമായിട്ട് പോലെ ഫോണൊക്കെ നമ്മൾ എടുത്ത് വെക്കും. എന്നിട്ട് നമ്മളാണെങ്കിലും ഫുൾ ടൈം റൂം കുത്തിരുന്ന് ഫോൺ യൂസ് ചെയ്യും.
അപ്പോൾ ഉമ്മാനോട് എന്ന് പറയുന്നുണ്ടാവും ഈ കാക്ക മൊത്തം ഫോൺ യൂസ് ചെയ്യുകയാണല്ലോ എന്ന്. അങ്ങനെ ഒരു മാതൃകയായിരിക്കരുത് നമ്മളെപ്പോഴും. വീട്ടിൽ അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രമിക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ജോലി സംബന്ധമായിട്ടാണ് ഫോൺ യൂസ് ചെയ്യുന്നതെങ്കിൽ അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. അവർക്ക് മറ്റു പല കാര്യങ്ങളിലേക്കും എൻഗേജ് ആക്കിയിട്ട് നമ്മളും അവരോടൊപ്പം സ്നേഹത്തോടെ അവരെ പുറത്ത് കൊണ്ടുപോവുകയും അതൊക്കെ നമ്മൾ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മളും അവരും തമ്മിൽ വേറെ തന്നെ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഫീൽ ചെയ്യുകയും അവർക്ക് നമ്മളോട് സ്നേഹമില്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഗുരുശിഷ്യ ബന്ധങ്ങളിലാണെങ്കിലും നമ്മൾ കാണാൻ കഴിയും വലിയൊരു ജനറേഷൻ ഗ്യാപ്പ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്. നമ്മുടെ ഉസ്താദ്മാർക്ക് അങ്ങനെയല്ല, അധ്യാപകന്മാർക്ക് നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് വലിയ ധാരണയില്ല. നമ്മൾ ജീവിക്കുന്ന ലോകത്തെക്കുറിച്ച് ധാരണയില്ലാത്തൊരവസ്ഥ പലപ്പോഴും ഉണ്ടാവും. അതായത് ഡിജിറ്റൽ ലോകത്തെക്കുറിച്ചാണ് പറയുന്നത്. ചില ഉസ്താദ്മാരൊക്കെ സംസാരിക്കുന്നത് കേൾക്കാം, ചില ഉസ്താദ്മാർ ആ ഒരു മേഖലയിലേക്ക് കൂടുതൽ ചിന്തിക്കാത്തതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ വിദ്യാർത്ഥികളെക്കുറിച്ച് കൂടുതൽ അറിയുകയും അവർ തമ്മിൽ വലിയൊരു ബന്ധം രൂപപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ കൂടുതലായിട്ട് അവരെക്കുറിച്ച് അറിയാനും അവരുടെ പ്രശ്നങ്ങളെ അറിയാനൊക്കെ സാധിക്കുന്നത് കാണാൻ കഴിയും. കൂടുതലായി നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടതെന്നുള്ള ഒരു ധാരണ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാകും. ഇനി അതിനു പുറമെ പറയാനുള്ള നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് പാരന്റൽ കൺട്രോൾ. അതായത് പാരന്റൽ കൺട്രോൾ ക്യാൻ ടീച്ച് സൈബർ എറ്റിക്വേറ്റ്. അതായത് സൈബർ മര്യാദകൾ എങ്ങനെയൊക്കെ ആയിരിക്കണം സൈബർ ഇടങ്ങളിൽ തൻ്റെ വിദ്യാർത്ഥി ചെലവഴിക്കേണ്ടത്, അല്ലെങ്കിൽ കുട്ടി ചെലവഴിക്കേണ്ടതെന്നുള്ള ആ ഒരു രൂപരേഖ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പലപ്പോഴും അതിലൂടെ അവർക്ക് മുന്നേറാൻ കഴിയും. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ അവർ ഇടപഴകുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ചിലപ്പോൾ മാറിയെന്ന് വന്നേക്കാം. എങ്കിലും ചെറിയ ഒരു രീതിയിൽ അവർക്ക് മുൻപേ ഉണ്ടാക്കി കൊടുത്ത ശീലങ്ങൾ ജീവിതത്തിൽ പകർത്താൻ കഴിയും. അതുപോലെ തന്നെ കസ്റ്റമൈസേഷൻ ഫോർ ഈച്ച് ചൈൽഡ്, അതുപോലെ തന്നെ മോണിറ്റർ യുവർ ചൈൽഡ്സ് ലൊക്കേഷൻ, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ എവിടെയൊക്കെ പോകുന്നു എന്നുള്ള ഇപ്പോൾ കൂട്ടുകാരുടെ കൂടെയൊക്കെ പോകുന്നത്, എങ്കിലും നമ്മളൊന്ന് അന്വേഷിക്കുക ഇവൻ എവിടെയൊക്കെയാണ് പോകുന്നത്, ഇവൻ എന്താണ് ചെയ്യുന്നത്. അങ്ങനത്തെ എങ്ങനെയായാലും ഒരു 18 വയസ്സ് വരെയൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകണം, അത് കഴിഞ്ഞിട്ടും ഉണ്ടാകണം. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥിയെക്കുറിച്ച് നമ്മൾ എപ്പോഴും ധാരണയുണ്ട്. നമ്മൾ നമ്മുടെ കുട്ടിയുടെ കൂട്ടുകാരെയും നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുക. എന്നിട്ട് എങ്ങനത്തെവരാണ്, അവരുടെ ജീവിത രീതികൾ എങ്ങനെയാണ്, അവരുടെ കുടുംബജീവിതം എങ്ങനെയാണ്, അതൊക്കെ നമ്മൾ അന്വേഷിക്കാൻ ശ്രമിക്കുക. അവർ ഇങ്ങനത്തെ വല്ല അഡിക്ഷനോ ഡ്രഗ്സ് അഡിക്ഷനോ ഒക്കെ ഉള്ളവരാണോ എന്നുള്ള ചിന്തകൾ നമ്മളിൽ എപ്പോഴും ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മുടെ കുട്ടിയും അവരിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന രീതിയിലേക്ക് മാറ്റി നിർത്താൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ഇൻസ്റ്റില്ലിങ് റെസ്പോൺസിബിലിറ്റി, മാനേജിങ് ആക്സസ് ടു ഇൻഅപ്രോപ്രിയേറ്റ് കണ്ടന്റ്, ഇതൊക്കെ ഒരേ ശൃംഖലയിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ളൊരു ടെൻഡൻസി നമ്മുടെ വിദ്യാർത്ഥികളിൽ കൊടുക്കുക. അതുപോലെ തന്നെ ഒരുപാട് റെസ്പോൺസിബിലിറ്റികൾ, നല്ല റെസ്പോൺസിബിലിറ്റികൾ ചെറുപ്പത്തിൽ നിന്ന് ഒരുപാട് ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ നൽകി ആ ഉത്തരവാദിത്തങ്ങൾ അവർ നിറവേറ്റുമ്പോൾ വലിയ രീതിയിൽ അഭിനന്ദിക്കുകയും അതിന് സ്റ്റാർസ് കൊടുക്കുകയും അതിന് റിവാർഡുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിദ്യാർത്ഥികൾ കൂടുതലായും നമ്മൾ വിചാരിക്കുന്ന ലോകത്തിലേക്ക് വരുന്നതാണ്. ഒരിക്കലും ഒരു ജനറേഷൻ ഗ്യാപ്പ് അവർക്ക് ഫീൽ ചെയ്യരുത്. നമ്മളെ പരിഗണിക്കാത്ത അച്ഛനും അമ്മയുമാണ് അല്ലെങ്കിൽ സമൂഹമാണെന്നുള്ള രീതിയിൽ എല്ലാവരും ഒത്തുചേർന്ന് പോകുമ്പോൾ മാത്രമേ ഈ അഡിക്ഷനുകളിൽ നിന്നും അതുപോലെ തന്നെ ഈ ജീവിത രീതിയിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് മാറി നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.